കുറുവാ സംഘം കട്ടുമുടിച്ച വളാഞ്ചേരിയുടെ 5 വർഷങ്ങൾ എന്ന മുദ്രാവാക്യമുയർത്തിപ്പിടിച്ച് മുനിസിപ്പൽ UDF ഭരണസമിതി നടത്തിയ അഴിമതിയും സ്വജനപക്ഷപാതവും അട്ടിമറിച്ച ജനക്ഷേമ പദ്ധതികൾ എന്നിങ്ങനെയുള്ള വിഷയങ്ങൾ മുൻനിർത്തി UDF മുനിസിപ്പൽ ഭരണസമിതിക്കെതിരെ CPIM വളാഞ്ചേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ വിചാരണ സദസ്സ് സംഘടിപ്പിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KV ബാബുരാജ് അധ്യക്ഷത വഹിച്ച പരിപാടി CPIM വളാഞ്ചേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി VK രാജീവ് ഉദ്ഘാടനം ചെയ്തു. മാധ്യമങ്ങളുടെ മാധ്യമധർമ്മമാണ് സംസ്ഥാനത്തെ അതേ രീതി വളാഞ്ചേരിയിലും അവർ തുടങ്ങി വെച്ചിട്ടുണ്ട്. കാരണം അവർക്ക് പരസ്യവും അവർക്ക് സൽക്കാരവും വിരുന്നൊക്കെ നടത്താനുള്ള പണം ഇടതുപക്ഷത്തിനില്ല. ഇവിടെ ചെയർമാനുണ്ട്. കാരണം കടക്കണ കാശ് പോക്കറ്റിൽ വരില്ലേ. അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങൾ ഒന്ന് ചെയ്യണമായിരുന്നല്ലോ. ഇത് ശരിയുണ്ടോ എന്നൊന്ന് പോയി അന്വേഷിക്കണ്ടേ. അന്വേഷിച്ച് ആ പ്ലോട്ടും എസ്റ്റിമേറ്റും കണ്ട് മുനിസിപ്പാലിറ്റി വിടണ്ട്. ഇവിടെയും പോയി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ കണ്ട് അത് വാങ്ങി ഇത് ശരിയാണെങ്കിൽ കൊടുക്കുകയും ശരിയല്ലെങ്കിൽ കൊടുക്കില്ല എന്ന് ഞങ്ങളെ വിളിച്ചറിയിക്കുകയും ചെയ്യേണ്ട ബാധ്യത അവർക്കില്ലേ. ഇവരാണ് ഈ രാജ്യം നന്നാക്കാൻ പോകുന്ന വാർത്താമാധ്യമങ്ങൾ, നവമാധ്യമങ്ങൾ എന്ന് ഞാൻ ഇവിടെ വ്യസന സമേതം പറയാണ്. ഏരിയ കമ്മിറ്റി അംഗങ്ങളായ N വേണുഗോപാൽ, KM ഫിറോസ് ബാബു, ലോക്കൽ കമ്മിറ്റി അംഗവും കൗൺസിലറുമായ EP അച്യുതൻ, കൗൺസിലർ ഫൈസൽ തങ്ങൾ എന്നിവർ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു. ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ TT പ്രേമരാജൻ മാസ്റ്റർ സ്വാഗതവും KP യാസർ അറഫാത്ത് നന്ദിയും പറഞ്ഞു. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണസമിതികളുടെയും ചുമതല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത്, കഴിഞ്ഞ 5 വർഷക്കാലം അവരെന്ത് ചെയ്തു എന്ന് ജനങ്ങളോട് വിശദീകരിക്കലാണ്. ഇത്തവണ അങ്ങനെ വിശദീകരിക്കുന്നതിന് വേണ്ടി ഗവൺമെന്റ് തന്നെ അവർക്കൊരു അവസരം ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. ഈ കഴിഞ്ഞ സെപ്റ്റംബറും അതുപോലെ ഈ ഒക്ടോബർ മാസങ്ങളിലൊക്കെ ആയി കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിലും പഞ്ചായത്ത് ഭരണസമിതികളുടെ നേതൃത്വത്തിൽ വികസന സദസ്സുകൾ സംഘടിപ്പിക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചതിൻ്റെ ഭാഗമായി കേരളത്തിലാകമാനം ഇത്തരത്തിലുള്ള സദസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വികസന സദസ്സുകളിൽ തങ്ങളുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി കഴിഞ്ഞ 5 വർഷക്കാലം വിവിധ മേഖലകളിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് എന്ന് തങ്ങളുടെ നാട്ടിലെ ജനങ്ങൾക്ക് മുൻപാകെ അവതരിപ്പിക്കാനുള്ള ഒരു അവസരമാണത്. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്.